ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് വുമൺ ആണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ വുമൻസ് ആർ ഹെൽഡ് ഇൻ ഹൈ എസ്റ്റീം. മാതൃദേവോ ഭവ എന്ന് പറയുന്ന കൾച്ചറാണ് നമ്മുടെ ഭാരതം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഭാരതത്തിൽ വേദിക് പീരീഡ് വേദിക് പീരീഡിൽ വുമൻസിന് നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. അവർ ഈക്വലി ട്രീറ്റഡ് വിത്ത് മെൻ ആയിരുന്നു. അതിനുശേഷം കുറേ മാറ്റങ്ങൾ വന്നു. സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു രീതി വന്നു. അപ്പോൾ അതിനൊക്കെ അവരെ ഒരു വീക്കർ സെക്ഷനായിട്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ചധികം ലോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 21 നോ പേഴ്സൺസ് എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ പേഴ്സണൽ മാറ്ററിൽ എൻക്രോച്ച്മെൻറ്റ് അത് എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിനെ ലൂസ് ചെയ്യും. അങ്ങനെ ഒരു കാര്യം ആർട്ടിക്കിൾ 21 വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആണിന് മാത്രമല്ല, മെൻ മാത്രമല്ല, വുമണിനും എന്ത് ചെയ്യാം, ഈ പ്രൊട്ടക്ഷൻ സീക്ക് ചെയ്യാം. എനിക്ക് അതിനെതിരെ ആക്ട് ചെയ്യാം, വുമണിനും ആക്ട് ചെയ്യാം. ഇനി അതെന്ന് പറയുന്നത് ജനറലായിട്ടുള്ളതാണ്. പക്ഷേ വുമണിനും ആ ലോയുടെ പ്രൊട്ടക്ഷൻ വാങ്ങിക്കാം എന്നുള്ളതാണ്. ഇനി ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് റൈറ്റ് ടു ഈക്വാളിറ്റിയാണ്. അപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ ഈക്വൽ പ്രൊട്ടക്ഷനാണ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അപ്പം അതിനകത്ത് വുമണിന് ഈക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നിയമം അനുശാസിക്കുന്നുണ്ട്. അടുത്ത ആർട്ടിക്കിൾ 19 നോക്കിക്കേ. സിറ്റിസൺസ്, അത് വുമൺ ആയിക്കോട്ടെ, മെൻ ആയിക്കോട്ടെ, തേർഡ് ജെൻഡർ ആയിക്കോട്ടെ, അവർക്കെല്ലാം റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഫ്രീഡം ഓഫ് പ്രാക്ടീസിങ് എനി പ്രൊഫഷൻ. ഇതെല്ലാം ഏത് ജെൻഡറിനും ലോ നൽകുന്നുണ്ട്. ഓക്കെ, ലോയിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 32 നോക്കുക. ഇറ്റ് ഗിവ്സ് ദ റൈറ്റ് ടു ആസ് ടു സീക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ത്രൂ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഫോർ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇപ്പം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് സുപ്രീം കോർട്ടിൽ പോയി നമുക്കത് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. ആ ലോയും ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, വുമണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. വുമൺ ഹാവ് ദ റൈറ്റ് ടു ഈക്വൽ പേ. ജെൻഡർ ഡിസ്ക്രിമിനേഷനിലൂടെ അതൊരു പെൺകുട്ടിയല്ലേ, അവർക്ക് സാലറി കുറച്ച് കൊടുത്താലും ആരും ചോദിക്കാനില്ല എന്നുള്ള രീതിയിൽ ജോലി സ്ഥലത്ത് ട്രീറ്റ് ചെയ്യരുത്. ഈക്വൽ റെന്യൂമറേഷനുള്ള റൈറ്റ് ആർക്കും ഉണ്ട്, വുമണിനും ഉണ്ട്. ഈക്വൽ റെന്യൂമറേഷൻ ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, വുമൺ ഹാവ് എ റൈറ്റ് ടു ഡിഗ്നിറ്റി ആൻഡ് ഡീസൻസി. എന്താണ്, ഇപ്പോൾ ഒരു എന്ത് ഇവൻ്റ് ആയിക്കോട്ടെ അതിനകത്ത് അക്യൂസ്ഡ് ഒരു വുമൺ ആണെങ്കിൽ, അതിപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ പ്രൊസീജിയറിലാണെങ്കിലും അതല്ല വേറെ എന്ത് ഇവൻ്റ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വുമൻ്റെ ലൈഫിൽ നടക്കുമ്പോൾ ദർ ഷുഡ് ബി ദ പ്രസൻസ് ഓഫ് അനദർ വുമൺ. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുമ്പം വനിതാ കോൺസ്റ്റബിൾ വേണം, ഹോസ്പിറ്റലിൽ ചെക്കപ്പിൻ്റെ ടൈമിൽ ഒരു വുമൺ കൂടെ ഉണ്ടാവണം. ഇതൊക്കെ റൂളാണ്. ഓക്കെ, ദെൻ വുമൺ ഹാവ് റൈറ്റ് അഗെയിൻസ്റ്റ് ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസിൽ വരുന്ന ഹരാസ്മെൻറ്റുകൾ വുമണിന് വർക്ക് പ്ലേസ് ആക്ട് ഉണ്ട്, അവർക്കത് കംപ്ലൈൻറ്റ് കൊടുക്കാം. അത് സെക്ഷൽ ഹരാസ്മെൻറ്റോ അല്ലാതെ വേർഡ്സ് കൊണ്ടുള്ള ഹരാസ്മെൻറ്റോ എന്താണെങ്കിലും വുമൺ എംപ്ലോയി ക്യാൻ പുട്ട് എ റിട്ടേൺ കംപ്ലൈൻറ്റ്. അവരാദ്യം ചെയ്യേണ്ടത് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് ഇൻറ്റേർണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിക്ക്, ഓരോ ഓർഗനൈസേഷനും ഒരു ഇൻറ്റേർണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി കാണും, അവിടെ ആദ്യം കൊടുക്കണം. അതിനുശേഷം അത് ലോക്കൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഡിസ്ട്രിക്റ്റ് ലെവലിൽ കൊടുക്കണം. അതിന് ശേഷവും എന്താണ്, എംപ്ലോയർ അതിന് പ്രോപ്പർ ആക്ഷനൊന്നും എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
അതിൻ്റെ മുകളിലേക്ക് കംപ്ലൈൻറ്റ് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ഇനി വുമൺ ഹാവ് എ റൈറ്റ് എഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പം വുമൺ ഏത് റോളിലാണെങ്കിലും, ഇപ്പോൾ സപ്പോസ് വൈഫാണ് അല്ലെങ്കിൽ ഡോട്ടറാണ്, അങ്ങനെ ഏത് റോളിലാണ് ഈ വുമൺ എങ്കിലും അവിടെ എന്തെങ്കിലും ഒരു വയലൻസ് ഉണ്ടായാൽ അതിനെതിരെ അവർക്ക് ലോയുമായിട്ട് മുന്നോട്ട് പോകാം. അതായത് ഒരു വൈഫിന് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ, ലിവിങ് പാർട്ട്ണർ അല്ലെങ്കിൽ മദർ, സിസ്റ്റർ, അങ്ങനെ ഏത് റോളിലാണെങ്കിലും അതിന് പങ്കാളിയായിട്ടുള്ള മെയിൽ എനി ടൈപ്പ് ഓഫ് കംപ്ലൈൻറ്റ് വുമണിനുണ്ടെങ്കിൽ അവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾ വയലൻസ് സംഭവിച്ചാൽ അതിന് ലോ പ്രൊട്ടക്ഷൻ ഉണ്ട്. വുമൻ ഹാവ് ദ റൈറ്റ് ടു അനോണിമിറ്റി ഫോർ സെക്ഷൽ അസാൾട്ട് വിക്ടിംസ്. അതായത് ഇപ്പം സെക്ഷൽ ഹരാസ്മെൻ്റ് ഒക്കെ നടന്ന വിക്ടിമാണെങ്കിൽ അവർക്ക് അവരുടെ പേര് വെളിപ്പെടുത്താതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ അവർക്ക് അതിൻ്റെ റെക്കോർഡ്സൊക്കെ പറയണമെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്തൊക്കെ ചെന്ന് പറയണമെങ്കിൽ ഒറ്റയ്ക്ക് എലോണായിട്ട് അവരെ അത് പ്രസൻറ്റ് ചെയ്യാൻ സമ്മതിക്കണം എന്നുള്ളതാണ് നിയമം. അവരെ എല്ലാവരുടെയും മുന്നിൽ തേജോവധം ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊന്നും ഇല്ലാതെ. അതുപോലെ ഒരു ഫീമെയിൽ പോലീസ് ഓഫീസറും അവരോടൊപ്പം ഉണ്ടാവണം, അത് നിയമമാണ്. ഇനി വുമൺ ഹാവ് എ റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്. എന്താണത്? ഓൾ ഇപ്പോൾ റേപ്പിനൊക്കെ ഇതായിട്ടുള്ള വിക്ടിംസ് കാണും, അവർക്ക് ഫ്രീ ആയിട്ടുള്ള ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. അതിന് ലീഗൽ സർവീസ് അതോറിറ്റി ആക്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതൊന്നും നടത്താനുള്ള ഫെയർ കൊടുക്കാനുള്ള കണ്ടീഷനിലായിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ഈ അതോറിറ്റി വേണം ലോയറിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ദെൻ വുമൺ ഹാവ് ദ റൈറ്റ് നോട്ട് ടു ബി അറസ്റ്റഡ് അറ്റ് നൈറ്റ്. വുമണിനെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് സന്ധ്യ കഴിഞ്ഞു, സൺസെറ്റ് കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ അതുപോലത്തെ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ വേണം അവരെ അറസ്റ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേറ്റിലാണ് എങ്കിൽ അങ്ങനത്തെ സ്പെഷ്യൽ ഓർഡർ വേണം. അല്ലെങ്കിൽ സൺറൈസിന് ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, വുമൺ ഹാവ് ദ റൈറ്റ് ടു രജിസ്റ്റർ ദെയർ കംപ്ലൈൻറ്റ് വെർച്വലി. പോലീസ് സ്റ്റേഷനിൽ ഫിസിക്കലി ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വിമൺ ആണെങ്കിൽ അവർക്ക് പ്രൊവിഷൻ ഫോർ വെർച്വൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഇമെയിൽ അയച്ചോ അങ്ങനെ എന്തെങ്കിലും വെർച്വലി കൊടുത്താലും അത് റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ സ്വീകരിക്കണം. ദെൻ വുമൺ ഹാവ് എ റൈറ്റ് എഗെയിൻസ്റ്റ് ഇൻഡീസൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഒരു ഒരു ഫിഗർ എന്നുള്ള രീതിയിൽ, ഫിഗർ ഓഫ് എ വുമൺ, ഒരു സ്ത്രീയുടെ ചിത്രമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ ബോഡി പാർട്ടിനെ ഒരു ഇൻഡീസൻ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ അതിനെതിരെയും മൊറാലിറ്റി, പബ്ലിക് മൊറാലിറ്റി ഓർ മോറൽസിൻ്റെ ഇതിൽ പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള ഒഫൻസാണത്. ഓക്കെ, ദെൻ വുമൻസ് ഹാവ് എ റൈറ്റ് അഗെയിൻസ്റ്റ് ബീയിങ് സ്റ്റോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 354D ഓഫ് IPC 354D വെച്ചിട്ട് ഇതൊരു ലീഗൽ ഒഫൻസാണ്. എന്ത്? ഈ ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇൻ്റർനെറ്റ് വഴി ഒരു പർട്ടിക്കുലർ വുമണിനെ ഫോളോ ചെയ്യുക, അവരെ കോണ്ടാക്റ്റ് ചെയ്യുക, അവരെ പേഴ്സണലി റിപ്പീറ്റായിട്ട് അവരെ ഓൺലൈനിലൂടെ ഹരാസ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഏത് രീതിയിലായാലും, ഓൺലൈൻ മോഡിലാണെങ്കിലും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ, അങ്ങനെ ഇൻ്റർനെറ്റിലൂടെയുള്ള ഇതിൽ മോണിറ്റർ ചെയ്താൽ അവരെ മനഃപൂർവ്വം ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് ഡിസ്ഇൻട്രസ്റ്റ് ബൈ സച്ച് വുമണിന് താല്പര്യമില്ല പക്ഷേ വീണ്ടും അവരെ ഫോളോ ചെയ്ത് ബുദ്ധിമുട്ടിപ്പിച്ചാൽ അതിനെതിരെ എന്തുണ്ട്? 354D IPC സെഷൻ ഒഫൻസാണ്. ഓക്കെ, ദെൻ ദ പ്രൊവിഷൻ ഓഫ് 0 FIR. അതെന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്,
ഇപ്പോൾ ഒരു വിക്ടിം അത് വുമൺ ആണെങ്കിൽ അവർക്ക് ആ പർട്ടിക്കുലർ അവരിയ്ക്കുന്ന ലൊക്കാലിറ്റിയിലെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. 0 FIR റൂളിങ് വെച്ചിട്ട് അവർക്ക് എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഈ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള വുമൺ ഹാവ് ദ റൈറ്റ് എന്തൊക്കെ വുമൺസ് റൈറ്റ് അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവരും ഈ ഓരോ ആർട്ടിക്കിളും പോയിൻറ്റ്സ് എഴുതി വെക്കണം. എല്ലാ ക്ലാസ്സിലും ഞാനത് പറയുന്നുണ്ട്. ഓരോന്നും ആ ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ എഴുതി വെച്ച് വായിച്ചാൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.